കൂട്ടക്കൊല നടത്തിയ പ്രതിയുടെ ക്രൂരത വെളിവാക്കുന്നതാണ് ഇൻക്വസ്റ്റ് വിവരങ്ങൾ. സഹോദരന്റെ ശരീരത്തിലെ ടി ആകൃതിയിലുള്ള മുറിവും വനിതാ സുഹൃത്തിന്റെ മുഖം ചുറ്റിക കൊണ്ട് അടിച്ച് വികൃതമാക്കിയതും ഉമ്മയ്ക്കെതിരായ ആക്രമണവുമെല്ലാം പ്രതിയുടെ കൊടും ക്രൂരതയുടെ നേർസാക്ഷ്യമാണ്. ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിക്കൊടുത്താണ് സഹോദരൻ അവസാന കൊലപാതകി അഫാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ പോലീസ് പോലും അഫാന്റെ ക്രൂരകൃത്യം കണ്ട് ഞെട്ടി. സഹോദരന്റെ തലയ്ക്ക് ചുറ്റും അഫാൻ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തലയുടെ ഒരു വശത്ത് ടി ആകൃതിയിലായിരുന്നു ഒരു മുറിവ്. 3 മുറിവിനും നല്ല ആഴവുമുണ്ട്. ചെവിയിലും വലിയ മുറിവേറ്റിട്ടുണ്ട്. പെൺസുഹൃത്തായ ഫർസാനയുടെ മുറിവ് നെറ്റിയിലാണ്. തുടർച്ചയായി ചുറ്റിക കൊണ്ട് നെറ്റിയിലടിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകിയുടെ പിതാവിന്റെ ഉമ്മയായ സൽമാ ബീവിയുടെ തലയുടെ പിൻഭാഗത്തായിരുന്നു ആഴത്തിലുള്ള മുറിവ്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ പിടിവലി നടന്നുവെന്നും പോലീസ് ഇൻക്വസ്റ്റിൽ കണ്ടെത്തി. നെഞ്ചിന് മുകളിലേറ്റ മുറിവാണ് ലത്തീഫിന്റെയും ഭാര്യയുടെയും മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മീഡിയ 1 തിരുവനന്തപുരം.